Hello everyone. Today we are going to discuss the topic buffer solutions. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് what are buffer solutions, what are its characteristics, what are the types of buffer solutions, the mechanism of buffer action and its applications. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what are buffer solutions? Buffer solution is one which resists any change in its pH even upon the addition of a small amounts of acids or bases, which means buffer solutions are solutions which maintains a constant pH throughout. ഒരു കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ആണ് ആര് ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബഫർ സൊല്യൂഷനിലേക്ക് നമ്മളൊരു സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ആവട്ടെ സ്മോൾ എമൗണ്ട് ഓഫ് ബേസ് ആവട്ടെ ആഡ് ചെയ്താലും എന്ത് സംഭവിക്കില്ല, അതിൻ്റെ പി എച്ചിന് മാറ്റം വരുന്നില്ല. ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് പി എച്ച്. അങ്ങനത്തെ സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബഫർ സൊല്യൂഷൻസ്. ബഫർ സൊല്യൂഷൻസ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് അസിഡിക് ബഫർ, ഒന്ന് ബേസിക് ബഫർ. അപ്പോൾ അസിഡിക് ബഫർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അസിഡിക് ബഫർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡും അതിൻ്റെ തന്നെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് എന്ത്, അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് ഓഫ് ദിസ് വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ്. അതാണ് എന്ത്, അസിഡിക് ബഫർ. ഫോർ എക്സാമ്പിൾ, ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ഇവിടെ വീക്ക് ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡും അവിടെയുള്ള സോൾട്ട് ഓഫ് ദിസ് വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ആരാണ്, സോഡിയം അസറ്റേറ്റും ആണ്. സോഡിയം അസറ്റേറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയേ. സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സോൾട്ടാണ്. അത് എന്തിൻ്റെ സോൾട്ടാണ്, അസറ്റിക് ആസിഡിൻ്റെ സോൾട്ടാണ്. അത് ആരുമായിട്ടാണ് സോൾട്ട് ഫോം ചെയ്തിട്ടുള്ളത്, അസറ്റിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, സോഡിയം അസറ്റേറ്റ് അവിടെ ഫോം ചെയ്തത്. വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ് ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ദിസ് വിൽ ആക്ട് ആസ് എ അസിഡിക് ബഫർ. ഇതിൻ്റെ പി എച്ച് എത്രയായിരിക്കും, ഓരോ ബഫറിനും ഓരോ പെർട്ടിക്കുലർ പി എച്ച് ഉണ്ടായിരിക്കും. ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് മിക്സ്ചറിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 4.74 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത്, ബേസിക് ബഫർ. ബേസിക് ബഫർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ബേസ് ആൻഡ് സോൾട്ട് ഓഫ് ദിസ് വീക്ക് ബേസ് വിത്ത് സ്ട്രോങ് ആസിഡ്. വീക്ക് ബേസും അതിൻ്റെ തന്നെ സ്ട്രോങ് ആസിഡായിട്ടുള്ള സോൾട്ടും കൂടി ചേർന്നുണ്ടാവുന്ന ബഫറാണ് എന്ത്, ബേസിക് ബഫർ. ഫോർ എക്സാമ്പിൾ, ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ഇവിടെ നോക്കിയേ, വീക്ക് ബേസ് ആരാണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി ഈ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ തന്നെ സോൾട്ടാണ് എന്ത്, അമോണിയം ക്ലോറൈഡ്. എങ്ങനെയാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്, അമോണിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl, സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ അമോണിയം ക്ലോറൈഡ് സോൾട്ട് ഫോം ചെയ്യും. സോ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് സോൾട്ട് ഓഫ് ദിസ് വീക്ക് ബേസ് വിത്ത് സ്ട്രോങ് ആസിഡ്. എക്സാമ്പിൾ ഇസ് ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പി എച്ച് എത്രയാണ്, 9.25, അതായത് ബേസിക് റേഞ്ചിലാണ് വരുന്നത് അല്ലേ. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ബേസിക് ബഫർ. പി എച്ച് എബവ് 7 മെയിൻറ്റെയിൻ ചെയ്യാൻ, 9.25 അറൗണ്ട് 9.25 മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബഫർ സൊല്യൂഷനാണ് ഏത്, ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. സോ ഇറ്റ് ഇസ് എ ബേസിക് ബഫർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബഫർ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബഫർ സൊല്യൂഷൻ. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് നമ്മൾ കണ്ടു, ടൈപ്സ് ഓഫ് ബഫർ സൊല്യൂഷൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബഫർ സൊല്യൂഷൻ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് പി എച്ച് വാല്യൂ. നമ്മൾ പറഞ്ഞു അതിനൊരു പെർട്ടിക്കുലർ പി എച്ച് വാല്യൂ ഉണ്ടായിരിക്കും. Its pH remains constant even on standing for a long time or on dilution. ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത, ഈ പി എച്ച് എന്തായിരിക്കണം, കോൺസ്റ്റൻ്റായി നിൽക്കണം. കുറേ നേരം നമ്മൾ ആ സൊല്യൂഷൻ അനക്കാതെ വെച്ചാലും
അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ അതിനെ ഒന്നും ചെയ്യാതെ റിയാക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാതെ എടുത്തു വെച്ചാലും, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്താൽ പോലും അതിൻ്റെ പി എച്ച് എന്ത് വരരുത്, മാറ്റം വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതാണ് അതിൻ്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. And third characteristic is its pH remains almost unaltered upon the addition of a small amount of a strong acid or a strong base. ഇനി നമ്മുടെ ഈ ബഫർ സൊല്യൂഷനിലേക്ക് നമ്മൾ സ്ട്രോങ് ആസിഡ് ആവട്ടെ സ്ട്രോങ് ബേസ് ആവട്ടെ നമ്മൾ ആഡ് ചെയ്താൽ പോലും അതിൻ്റെ പി എച്ചിന് എന്ത് സംഭവിക്കരുത്, മാറ്റം സംഭവിക്കാനായിട്ട് പാടില്ല. അങ്ങനത്തെ സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ബഫർ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പി എച്ച് വാല്യൂ, ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഈവൻ ഓൺ സ്റ്റാൻഡിങ് ഫോർ എ ലോങ് ടൈം ഓർ ഓൺ ഡൈല്യൂഷൻ, ആൻഡ് ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് ഓൾമോസ്റ്റ് അൺആൾട്ടേർഡ് upon the addition of a small amount of strong acid or a strong base. ഇതാണ് ബഫർ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, now let us discuss the mechanism of buffer action. എന്താണ് ബഫർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ബഫർ സൊല്യൂഷൻ റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച് ഈവൻ അപ്പോൺ ദി അഡീഷൻ ഓഫ് എ സ്മോൾ അമൗണ്ട്സ് ഓഫ് ആസിഡ്സ് ഓർ ബേസസ്, ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ബഫർ ആക്ഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ബഫർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സൊല്യൂഷൻ. അതെന്ത് ചെയ്യുന്നു, ആ സൊല്യൂഷനിൽ സംഭവിക്കുന്ന പി എച്ച് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നു വെൻ യു ആഡ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസസ്, ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് ബഫർ സൊല്യൂഷൻ ഇസ് നോൺ ആസ് ദി ബഫർ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് മെക്കാനിസം ഓഫ് ബഫർ ആക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിസം ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട്, അതായത് അസിഡിക് ബഫറിൻ്റെ മെക്കാനിസം, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എടുക്കുന്ന അസിഡിക് ബഫർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് ബഫറാണ്. സോ അസറ്റിക് ആസിഡ് ഇസ് എ വീക്ക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് ഈസ് ഇറ്റ് സോൾട്ട്. ഓക്കെ, അപ്പോൾ അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് എന്നുള്ള ബഫറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനിലേക്ക്, ബഫർ സൊല്യൂഷനിലേക്ക് നമ്മൾ ആസിഡാണ് ആഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കൂ. നമ്മളൊരു സ്മോൾ എമൗണ്ട് ഓഫ് സ്ട്രോങ് ആസിഡ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണിത് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ അതിനകത്തേക്ക് ആസിഡിനെ ആഡ് ചെയ്യുമ്പോൾ ആസിഡിൽ എന്തുണ്ട്, H3O+ ഉണ്ട് അല്ലേ, H3O+ ഉണ്ട്. ഈ H3O+ നമ്മുടെ സൊല്യൂഷനിലേക്ക് വരികയാണ്, ബഫർ സൊല്യൂഷനിലേക്ക് വരികയാണ്. നമ്മുടെ ബഫർ സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്, ബഫർ സൊല്യൂഷനിൽ ആരാണ്, അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റുമാണ്. അസറ്റിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്, അസറ്റിക് ആസിഡ് ഇസ് എ വീക്ക് ആസിഡ്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഫീബ്ലി അയണൈസ്ഡ് ആയിരിക്കും അല്ലേ, വളരെ കുറച്ച് മാത്രം അയണൈസ്ഡ് ആയിട്ടായിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക, അസറ്റിക് ആസിഡ് നിൽക്കുന്നുണ്ടാവുക. ഇനി സോഡിയം അസറ്റേറ്റ് ആണെങ്കിലോ, സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് സോൾട്ടാണ്. സോ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി അയണൈസ്ഡ് അല്ലേ, കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഫോമിലായിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക, സോഡിയം അസറ്റേറ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും സൊല്യൂഷനിൽ, അസറ്റിക് ആസിഡ് ഉണ്ടായിരിക്കും, അത് ഫീബ്ലി അയണൈസ്ഡ് ആയിരിക്കും. പിന്നെ സോഡിയം അസറ്റേറ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും സൊല്യൂഷനിൽ, സോഡിയം അയോൺസും ഉണ്ടായിരിക്കും, അസറ്റേറ്റ് അയോൺസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സൊല്യൂഷനിലേക്കാണ് ആരെ ആഡ് ചെയ്യുന്നത്, ആസിഡിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആസിഡ് വരുന്നത്, ആസിഡിൽ എന്തുണ്ട്, H3O+ ഉണ്ട്. സോ ഈ H3O+നെ വരുന്ന എക്സ്ട്രാ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൗണ്ടർ അയോൺ ആക്ട് ചെയ്യും. അവിടെ ആക്ട് ചെയ്യുന്ന കൗണ്ടർ അയോൺ ആരാണ്, CH3COO-, അതായത് അസറ്റേറ്റ് അയോണാണ് വരുന്നത്. H3O+ ആണ്, H3O+ ആസിഡാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്, അസറ്റേറ്റ് അയോണാണ് അല്ലേ. അസറ്റേറ്റ് അയോൺ എന്ത് സംഭവിക്കും, ഈ വരുന്ന ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ ഫീബ്ലി അയണൈസ്ഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. അതായത് അസിഡിക് സ്ട്രെങ്ത് കൂടാതെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഫോം ചെയ്ത അസറ്റിക് ആസിഡ് എന്തായിരിക്കില്ല, കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആവില്ല. അതുകൊണ്ട് തന്നെ പി എച്ച് കണ്ടമാനം ഇൻക്രീസ് ആവില്ല. പി എച്ച് അവിടെ എന്താ ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സൊല്യൂഷന് പറ്റും. ഇനി ഓൺ ദി അതർ ഹാൻഡ് നമ്മളതിലേക്ക്, നമ്മുടെ ബഫർ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ബേസ് ആണെന്നിരിക്കട്ടെ. ബേസിൽ എന്തുണ്ടായിരിക്കും, OH- ഉണ്ടാവും. സോ OH- കൗണ്ടർ ചെയ്യാനായിട്ട് സൊല്യൂഷനിൽ ആരുണ്ട്, നമ്മുടെ അസറ്റിക് ആസിഡ് ഉണ്ട്. അസറ്റിക് ആസിഡ് OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, അസറ്റേറ്റ് അയോൺ ഫോം ചെയ്യും പ്ലസ് വാട്ടർ.
അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല? പി എച്ചിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ബഫർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ബഫർ ആക്ഷൻ കാണിക്കും. സോ ആസിഡാണ് വരുന്നതെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നത് അസറ്റേറ്റ് അയോണും, ബേസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന കൗണ്ടർ അയോൺ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡുമാണ്. ഇങ്ങനെ എന്ത് സംഭവിക്കും? അവർ ബഫർ ആക്ഷൻ അവിടെ എന്ത് ചെയ്യും? കാണിക്കും. അങ്ങനെ കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ബഫർ സൊല്യൂഷന് കഴിയും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് അസിഡിക് ബഫർ. ഇത് അസിഡിക് ബഫറിൻ്റെ കേസാണ്. അസിഡിക് ബഫർ എങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുക വെൻ യു ആഡ് എക്സ്ട്രാ ആസിഡ് ഓർ എക്സ്ട്രാ ബേസ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബേസിക് ബഫറിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക് ബഫറിൻ്റെ കേസാണെങ്കിൽ മെക്കാനിസം ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് എ ബേസിക് ബഫർ അല്ലേ. മെക്കാനിസം ഓഫ് ബേസിക് ബഫറാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡ് ബഫറാണ് എടുത്തിരിക്കുന്നത്. സോ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് ദ വീക്ക് ബേസ്, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോൾട്ടാണ്. സോ ദിസ് ഇസ് എ ബഫർ. ഇനി ഈ ബഫറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബഫർ സൊല്യൂഷനിൽ ഏതൊക്കെ അയോൺസ് ഉണ്ട്? ഒന്ന് ഫീബ്ലി അയണൈസ്ഡ് ആയിട്ടുള്ള അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. എന്താ ഫീബ്ലി അയണൈസ്ഡ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ വീക്ക് ബേസ്, അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഫീബ്ലി അയണൈസ്ഡ് ആയിരിക്കും. ഇനി അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സോൾട്ട് ആണ്. സോ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിരിക്കും, വിച്ച് ഫോംസ് NH4+ അമോണിയം അയോൺസ് ആൻഡ് ക്ലോറൈഡ് അയോൺസ്. അപ്പോൾ അമോണിയം അയോൺസ് NH4+ഉം Cl- ക്ലോറൈഡ് അയോൺസും സൊല്യൂഷനിലുണ്ടായിരിക്കും. അപ്പോൾ ഈ സൊല്യൂഷനിലേക്കാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണത്? എക്സ്ട്രാ ആസിഡിനെ ഫസ്റ്റ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റിയാക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? എക്സ്ട്രാ ആസിഡ് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? അവിടെ H3O+ കടന്നു വന്നു. H3O+ വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് NH4OH ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ബേസ് അവിടെ ആക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ. അമോണിയം ഹൈഡ്രോക്സൈഡ് H3O+ ആയിട്ട് റിയാക്ട് ചെയ്യും. എന്ത് ഫോം ചെയ്യും? NH4+ വാട്ടർ അവിടെ ഫോം ചെയ്യും. ആ എക്സ്ട്രാ ആസിഡിൻ്റെ എഫക്റ്റിനെ അവിടെ എന്ത് ചെയ്തു? നള്ളിഫൈ ചെയ്തു. ഇനി എക്സ്ട്രാ ബേസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ അപ്പോൾ വരുന്നത് OH- ആണ്. സോ അതിനെ കൗണ്ടറായിട്ട് അവിടെ എന്ത് ചെയ്യും? അസിഡിക് ആയിട്ടുള്ള അയോൺ ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ NH4+ അവിടെ ആക്ട് ചെയ്യും. NH4+ കൗണ്ടർ അയോൺ ആയിട്ട് ആക്ട് ചെയ്യും. NH4+ reacts with OH- to form feebly ionized ammonium hydroxide. അങ്ങനെ എക്സ്ട്രാ വന്ന ബേസിൻ്റെ ഇഫക്റ്റും NH4+ അയോൺ കടന്നു വന്ന് എന്ത് ചെയ്തു? നള്ളിഫൈ ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റി? ഈ ബേസിക് ബഫറിന് പറ്റി. ഓക്കെ, സോ ദിസ് ഇസ് എ ബഫർ ആക്ഷൻ ഇൻ ദ കേസ് ഓഫ് എ ബേസിക് ബഫർ. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു മിക്സഡ് സോൾട്ട് ഓഫ് വീക്ക് ബേസും സോൾട്ട് ഓഫ് വീക്ക് ആസിഡും ആണെന്ന് വിചാരിക്കും. കോമ്പിനേഷൻ ഓഫ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. എക്സാമ്പിൾ അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ അല്ലേ. അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെയും അസറ്റിക് ആസിഡിൻ്റെയും കൂടിയിട്ടുള്ള സോൾട്ടാണ് അല്ലേ. അമോണിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പി എച്ച് എന്ന് പറയുന്നത് 7 ആണ്. ന്യൂട്രൽ പി എച്ച് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ബഫറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആസിഡ് അതിനകത്ത് H3O+ ഉണ്ട്. H3O+ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? കൗണ്ടർ അയോൺ ആയിട്ടുള്ള CH3COO- ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? അസറ്റിക് ആസിഡും വാട്ടറും ഫോം ചെയ്യും. വരുന്നത് H3O+, അപ്പോൾ അത് റിയാക്ട് ചെയ്യുക CH3COO- അതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ എഫക്റ്റിന് അസിഡിക് ആയിട്ടുള്ള ആസിഡിൻ്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് ഈ അസറ്റേറ്റ് അയോണിന് അവിടെ സാധിക്കും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ബേസ് ആണെന്ന് വിചാരിക്കും. OH- ആണെങ്കിൽ അവിടെ എന്ത് വരും? കൗണ്ടർ അയോൺ ആയിട്ട് വരുന്നത് അസിഡിക് നേച്ചറുള്ള ആളായിരിക്കും. അതായത് NH4+ ആണ് അവിടെ കൗണ്ടർ അയോൺ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ കൗണ്ടർ അയോൺ ആയിട്ട് NH4+ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? OH- ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫീബ്ലി അയണൈസ്ഡ് ആയിട്ടുള്ള NH4OH ഫോം ചെയ്യും. അങ്ങനെ പി എച്ച് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആസിഡാണ് വരുന്നതെങ്കിൽ കൗണ്ടർ അയോൺ ആയിട്ട് ആക്ട് ചെയ്യുക ബേസിക് നേച്ചറുള്ള ആളായിരിക്കും. ബേസിക് നേച്ചറുള്ള അയോൺ ആയിരിക്കും വരുന്ന എക്സ്ട്രാ ആസിഡായിട്ട് റിയാക്ട് ചെയ്യുക. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് എക്സ്ട്രാ ബേസ് ആണെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യുന്നത് അസിഡിക് നേച്ചറുള്ള അസിഡിക് ആയിട്ടുള്ള കാറ്റയോൺ പാർട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെക്കാനിസം ഓഫ് ബഫർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ബഫേഴ്സ് ആണ്. വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ബഫേഴ്സ്? അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ
നമ്മൾ പറയാണ് അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് ബഫർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ എലിമിനേഷൻ ഓഫ് എ ഫോസ്ഫേറ്റ് റാഡിക്കൽ ഇൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിലും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലും പലപ്പോഴും കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായ ആവശ്യങ്ങളുണ്ട് റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാനൊക്കെ ആയിട്ട്. സോ ഇൻ സച്ച് കേസസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ബഫർ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് റാഡിക്കലിനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ സമയത്ത് ഫോസ്ഫേറ്റ് റാഡിക്കലിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്, അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ആപ്ലിക്കേഷൻ അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡ് ബഫർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് യൂസിങ് EDTA യൂസ് ചെയ്യുന്ന കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പി എച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് ബഫറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബഫർ സൊല്യൂഷൻസ് ആർ യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് പി എച്ച് ഇൻ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ടാനിങ് ഓഫ് ലെതർ, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബഫർ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ബഫർ സിസ്റ്റംസ് സച്ച് ആസ് സിട്രിക് ആസിഡ് സോഡിയം സിട്രേറ്റ് ആർ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് പെൻസിലിൻ പ്രിപ്പറേഷൻസ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എക്സെട്ര. പെൻസിലിൻ പ്രിപ്പറേഷൻസിലും അതുപോലെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മളവിടെ ബഫർ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് സിട്രിക് ആസിഡ് സോഡിയം സിട്രേറ്റ് ബഫറാണ്. അതുപോലെ ബയോളജിക്കൽ റിയാക്ഷൻസ് ഇൻ ആനിമൽ സിസ്റ്റത്തിൽ കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ബഫർ സിസ്റ്റംസും യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് എന്ത്, കാർബോണിക് ആസിഡ് കാർബണേറ്റ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒത്തിരി ബഫർ സൊല്യൂഷൻസ് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്, ബഫർ സൊല്യൂഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബഫർ സൊല്യൂഷൻ, വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഫർ സൊല്യൂഷൻസ്, വാട്ട് ഈസ് ഇറ്റ്സ് മെക്കാനിസം, വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. താങ്ക് യു.